ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെറ്റ് ഗ്രൈൻഡർ ഏതാണ്? ഒരു പുതിയ വെറ്റ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അരി ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ വെറ്റ് ഗ്രൈൻഡർ യൂസ് ചെയ്യണത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.25 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെയാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത്. 2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള മോഡൽസ് ആണ്. ഒരു വെറ്റ് ഗ്രൈൻഡറിൻ്റെ ലിറ്റർ കപ്പാസിറ്റി പറയണത് അരഞ്ഞു കഴിഞ്ഞിട്ടുള്ള മാവും വെള്ളവും കൂടിയുള്ള അളവിനെയാണ്. 2 ലിറ്റർ വരുന്ന ഒരു വെറ്റ് ഗ്രൈൻഡറിൽ നമുക്ക് ഇടാവുന്ന മാക്സിമം കപ്പാസിറ്റി എന്ന് പറയണത്, അല്ലെങ്കിൽ മാക്സിമം ഇടാവുന്ന അരി ഉഴുന്നിൻ്റെ അളവെന്ന് പറയണത് 1.25 കിലോയാണ്. മിക്സിയിൽ അരയ്ക്കണതും വെറ്റ് ഗ്രൈൻഡറിൽ അരയ്ക്കണതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മിക്സിയിൽ നമ്മൾ അരയ്ക്കണമെന്ന് പറഞ്ഞാൽ പോലും ശരിക്കും അതിൽ അരയ്ക്കല്ല ചെയ്യണത്, അതിൽ അരിയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും എന്താണ് ആ പറഞ്ഞതിൻ്റെ കാരണം എന്ന്. അപ്പോൾ മിക്സിയിൽ ശരിക്കും നമ്മൾ അരിയാണ് ചെയ്യണത്, അരയ്ക്കല്ല. അത് മാത്രമല്ല, 750 വാട്ട്സിൽ, 900 വാട്ട്സിൽ, 22,000 RPM, 23,000 RPM മിക്സിയുടെ ആ ഒരു ജാറ് വർക്ക് ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ മിക്സിയിൽ നമ്മൾ അരയ്ക്കണ സമയത്ത് ആ ഒരു ജാറ് ചൂടാവാനും ആ ഒരു മാവ് ചൂടാവാനും ആ മാവ് പുളിക്കാനും അതിൻ്റെ ടേസ്റ്റ് കുറയാനും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാനൊക്കെ അത് കാരണമാകും. എന്നാൽ വെറ്റ് ഗ്രൈൻഡറിൽ അരയ്ക്കണ സമയത്ത് നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചെടുക്കണ അതേ ടേസ്റ്റോടു കൂടി അതേ സോഫ്റ്റ്നെസ്സോടു കൂടിയാണ് നമുക്ക് അരച്ച് കിട്ടണത്. 150 വാട്ട്സ്, 180 വാട്ട്സ്, 240 വാട്ട്സ് ഒക്കെയാണ് മോട്ടോർ പവർ വരുന്നത്. RPM നോക്കുകയാണെന്നുണ്ടെങ്കിൽ 900 വാട്ട്സ് മുതൽ 1340 ഒക്കെയാണ് RPM വരുന്നത്, റൊട്ടേഷൻ സ്പീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാവ് ചൂടാവണില്ല, അത് പുളിക്കണില്ല, നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഒരു ഗ്രൈൻഡറിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെറ്റ് ഗ്രൈൻഡർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൾട്ര അല്ലെങ്കിൽ പാനസോണിക്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിട്ട് കണ്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ കമ്പനികളും എല്ലാ പ്രൊഡക്റ്റും എല്ലാവരെയും ഒരുപോലെ തൃപ്തരാക്കണം എന്നില്ല. ഇനി പ്രൊഡക്റ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പാനസോണിക് ആണ് കമ്പനി വരുന്നത്. MK-GW200 എന്നാണ് മോഡൽ വരുന്നത്. 2 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 2 വർഷമാണ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നത്. 5 വർഷം മോട്ടറിന് മാത്രം വാറണ്ടി വരുന്നുണ്ട്. ഇനി മോട്ടർ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 240 വാട്ട്സ് ആണ് മോട്ടർ പവർ വരുന്നത്. 1340 RPM ആണ് വരുന്നത്. റൊട്ടേഷൻ സ്പീഡ് വരുന്നത് 1340 ആയിരിക്കും. MRP നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8490 MRP വരുന്നത്. 7900 ഒക്കെ ഏകദേശ മാർക്കറ്റ് പ്രൈസ് വരുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വെറ്റ് ഗ്രൈൻഡർ വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 2 ലിറ്ററാണ് ഈ ഒരു മോഡലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പാനസോണിക്കിന് 2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള മോഡൽസ് മാത്രമേ ഉള്ളൂ. 2 കല്ലുകളായിരിക്കും വരുന്നത്. പ്ലഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്ലഗ് ആണ്, പവർ പ്ലഗ് ഒന്നുമല്ല. കാരണം വാട്ട്സ് കുറവാണ്, 240 വാട്ട്സ് തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ നോർമൽ പ്ലഗ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഓൺ ഓഫിനുള്ള സ്വിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാത്തിൻ്റെയും ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് കാണാറ്. എന്നാൽ ഈ ഒരു മോഡലിൻ്റെ അല്ലെങ്കിൽ പാനസോണിക് മോഡൽസിന് ഏറ്റവും ടോപ്പിലായിട്ടായിരിക്കും വരുന്നത്. അത് സ്വിച്ച് അല്ല, നോബ് ടൈപ്പ് ആയിരിക്കും വരുന്നത്. ഇത്തരത്തിൽ നോബ് ടൈപ്പ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഈർപ്പം തട്ടാനോ അല്ലെങ്കിൽ വെള്ളം കയറാനൊക്കെ ഉള്ള ചാൻസ് വളരെ കുറവാണ്, സേഫാണ്. ഇനി ലിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളികാർബൺ ലിഡാണ് വരുന്നത്. നമുക്ക് ഒരു കാരണവശാലും ഈ ലിഡ് പൊട്ടിപ്പോകില്ല. നിങ്ങൾ പാനസോണിക്കിൻ്റെ മിക്സികളിൽ കണ്ടുവരാറുള്ള ആ ലിഡില്ലേ, ആ സെയിം മെറ്റീരിയലാണ്, പോളികാർബൺ മെറ്റീരിയലാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രോക്കൺ ആയി പോവേ അല്ലെങ്കിൽ പൊട്ടിപ്പോവേ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ ഒരു മോഡലിലും ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ ഒരു ലിഡ് ഇട്ടാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഗ്രൈൻഡർ വർക്ക് ആവുകയുള്ളൂ. എന്ന് വെച്ചാൽ ഈ ലിഡ് ഇടാണ്ട്, ഈ ഒരു അടപ്പിടാണ്ട്, ഈ ഒരു ക്യാപ്പ് ഇടാണ്ട് ഒരു കാരണവശാലും ഈ ഒരു ഗ്രൈൻഡർ വർക്ക് ചെയ്യില്ല. ഒരു സേഫ്റ്റി ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇനി ഒരു വെറ്റ് ഗ്രൈൻഡറിന് ഇത്തരത്തിലൊരു ലിഡ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലേക്ക് പൊടിയും അല്ലെങ്കിൽ വേറെ ഒന്നും ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ലിഡ് കൊടുക്കുന്നത്. അല്ലാണ്ട് വേറെ ഒരു കാര്യത്തിനുമല്ല. കാരണം നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ പുറത്തോട്ട് തെറിച്ച് പോണ കൂട്ടൊന്നും ഈ ഒരു വെറ്റ് ഗ്രൈൻഡറിൽ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം ചെറിയ വാട്ട്സിലാണ് അത് വർക്ക് ചെയ്യണത്. വളരെ സാവധാനമാണ് അത് കറങ്ങണത്. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് തെറിച്ചൊന്നും പോകില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു വെറ്റ് ഗ്രൈൻഡറിലേക്ക് ഒന്നും വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ലിഡ് അല്ലെങ്കിൽ ഒരു കവറിങ് കൊടുക്കണത്. ഈ ഒരു ലിഡ് ഇടുന്ന രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ജസ്റ്റ് ഇങ്ങനെ നേരെ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യണ രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് തിരിക്കണ രീതിയിലാണ് അതിൻ്റെ ലിഡ് അതിൽ ലോക്കായിട്ട് പോണത്. നമുക്ക് നേരെ മുകളിലോട്ട് പൊക്കിയാലൊന്നും അത് ഊരിപ്പോരൂല. ചെറിയൊരു ലോക്കിങ് വരുന്നുണ്ട്. അത്
ഇടണ സമയത്താണെങ്കിലും എടുക്കണ സമയത്താണെങ്കിലും ഒന്ന് ജസ്റ്റ് ടിൽറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടാണ് അത് ഊരിയെടുക്കണത്. അതുപോലെ ഇടണ സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് ഇട്ടും കൊടുക്കണത്. ഈ ഒരു ലിഡിന് മുകളിലായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്ലോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറമായിട്ട് തന്നെ നമുക്ക് സ്പാച്ചുലർ ഇട്ട് കൊടുക്കാനുള്ള ഒരു സ്ലോട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പാച്ചുലർ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രം കറങ്ങുമ്പോൾ ആ ഡ്രമ്മിൽ പറ്റി പിടിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു കല്ലിലേക്ക് തന്നെ വീഴാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബോട്ടത്തിലേക്ക് തന്നെ വീഴാനായിട്ടാണ് നമുക്കതിൽ സ്പാച്ചുലർ ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് അത് മനസ്സിലാവും. ഈ ഒരു മോഡലിൻ്റെ അരക്കണ കല്ല് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ രീതിയിലാണ് നമ്മുടെ കല്ല് വരുന്നത്. അരക്കണ കല്ല് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ കല്ലിന് വെയിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ലേഡീസിനൊക്കെ ആണെങ്കിൽ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കുള്ളൂ, ക്ലീൻ ആക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇനി ഒരു വെറ്റ് ഗ്രൈൻഡറിൻ്റെ ഇതിൻ്റെ ഒരു പ്രവർത്തനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെറ്റ് ഗ്രൈൻഡറിൻ്റെ ഈ ഡ്രമ്മ് മാത്രമാണ് കറങ്ങണത്. ഈ ഡ്രമ്മ് കറങ്ങണ കൂട്ടത്തിൽ അതിൻ്റെ കല്ലും കറങ്ങണമെന്ന് മാത്രം. എന്ന് വെച്ചാൽ ഈ കല്ല് കറങ്ങണില്ല, ഈ ഡ്രമ്മാണ് കറങ്ങണത്. ഈ ഡ്രമ്മ് കറങ്ങുമ്പോൾ ഈ ഒരു കല്ലും കറങ്ങണമെന്ന് മാത്രം. എല്ലാ വെറ്റ് ഗ്രൈൻഡറിൻ്റെയും ആ ഒരു പ്രവർത്തനം വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഡ്രമ്മ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അത്യാവശ്യം നല്ല സ്റ്റീൽ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ തിക്നെസ് ഉള്ള ഡ്രമ്മായിരിക്കും വരുന്നത്. അരയ്ക്കാനായിട്ട് ഇതിലൊന്നും ഇടാണ്ട്, എന്ന് വെച്ചാൽ ഈ ഡ്രമ്മിൽ ഒന്നും ഇടാണ്ട് നിങ്ങളിത് ഓണാക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രമ്മിലേക്ക് നമ്മൾ അരയ്ക്കാനായിട്ട് ഒന്നും ഇടാണ്ട് നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കല്ലിന് തേയ്മാനം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആ കല്ല് പൊടിഞ്ഞു പോകും. നമ്മളൊരു പുതിയ വെറ്റ് ഗ്രൈൻഡർ വാങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു കല്ലും ആ ഒരു ഡ്രമ്മും ക്ലീൻ ആക്കാനായിട്ട് വെറുതെ പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ട് കാര്യമില്ല. അത് ക്ലീൻ ആക്കാനായിട്ട് നിങ്ങൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ അരി ഉഴുന്നിട്ട് കൊടുക്കുക, കുറച്ച് ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കുക, അത് കളയുക. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ആ കല്ലും ആ ഡ്രമ്മും നന്നായിട്ട് കഴുകുക. ഈ രീതിയിലാണ് ഒരു പുതിയ വെറ്റ് ഗ്രൈൻഡർ വാങ്ങിയിട്ട് അതിൻ്റെ കല്ലും അതിൻ്റെ ഡ്രമ്മും ക്ലീൻ ആക്കേണ്ടത്. പാനസോണിക്കിൻ്റെ വെറ്റ് ഗ്രൈൻഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് സവിശേഷതയായിട്ട് എടുത്തു പറയാറുള്ളത് അതിൻ്റെ മോട്ടറിൻ്റെ വാട്ട്സ് 240 വാട്ട്സ് വരുന്നുണ്ട്. അതിൻ്റെ RPM 1340 RPM വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുമിച്ച് അതിലേക്ക് കമത്തിയിടാണ്ട് കുറേശ്ശെ വേണം നിങ്ങൾ ഇതിൽ ഇട്ട് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ അരച്ചെടുക്കാനായിട്ടെന്ന്. എന്നാൽ പാനസോണിക്കിൽ ഉപയോഗിക്കുന്ന സമയത്ത്, പാനസോണിക്കിൻ്റെ വെറ്റ് ഗ്രൈൻഡറിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ അത് അരഞ്ഞു കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടിയ വാട്ട്സും അതിൻ്റെ കൂടിയ RPM-ഉം പിന്നെ പ്ലസ് ആയിട്ട് പറയാനുള്ളത് അതിൻ്റെ മോട്ടറും അതിൻ്റെ ആ ഡ്രമ്മും തമ്മിൽ കണക്ട് ചെയ്തേക്കണം ആ ഒരു ബെൽറ്റ് പല്ലുള്ള ബെൽറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. പല്ലുള്ള മോഡൽ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെയിറ്റ് ഇട്ടാലും കുറച്ച് കൂടുതൽ അരി ഉഴുന്നിട്ടാലും നമുക്ക് നല്ല രീതിയിൽ നമുക്കതിൽ അരച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു കല്ലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇത്തരത്തിൽ കൊടുത്തേക്കണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ അരയ്ക്കണ സമയത്ത് ഈ ഒരു ഡ്രമ്മിൻ്റെ രണ്ട് സൈഡിലും പറ്റി പിടിച്ചിരിക്കണം ആ ഒരു അരി ഉഴുന്നൊക്കെ കംപ്ലീറ്റ് ഈ ഒരു കല്ലിലേക്ക് തന്നെ വീഴാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വടിച്ചെടുക്കാനായിട്ടാണ് ഇത്തരത്തിൽ കൊടുത്തേക്കണത്. താഴെയായിട്ട് നമുക്കിതിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്കിവിടെ ഒരു ഓവർലോഡിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെന്തിനാണ് കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മോട്ടറൊക്കെ ഓവർലോഡ് വരികയാണെങ്കിൽ അത് ഓഫ് ആവാൻ വേണ്ടിയാണ്, അതിൻ്റെ മോട്ടറിനെ സംരക്ഷിക്കാനാണ്, കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ്റെ സ്വിച്ച് നമുക്കിവിടെ വരുന്നുണ്ട്. എല്ലാ മോഡൽസിലൊന്നും അത് കണ്ടുവരാറില്ല. ലാസ്റ്റായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഡ്രമ്മിൻ്റെ ആ ഒരു കല്ല് ലോക്ക് ചെയ്യണ സമയത്ത് നമുക്കിതിൻ്റെ ആ ഒരു ക്യാപ്പ് വെക്കണമെന്ന് നിർബന്ധമില്ല. അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അത് ലോക്ക് ചെയ്യുക. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ കഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആ ഒരു ലോക്ക് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ജസ്റ്റ് പയ്യെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഒരു ബലവും നിങ്ങൾ കൊടുക്കണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. പിന്നെ ഓവറായിട്ട് നിങ്ങളത് ടൈറ്റ് ചെയ്യരുത്. അങ്ങനെ ഓവറായിട്ട് ഭയങ്കരമായിട്ട് അത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കല്ല് കറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് അരയാനൊക്കെ കുറച്ചുകൂടി പ്രയാസമായിരിക്കും. വളരെ ലൈറ്റായിട്ട് തന്നെ നമുക്കിത് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി അതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്താൽ മാത്രം മതി.